എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ സഹായത്തോടു കൂടിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകൾ തെറ്റാതെ നോക്കേണ്ടത് നിങ്ങൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ കാറ്റഗറി പോലുള്ള കാര്യങ്ങളൊന്നും തെറ്റിപ്പോവരുത്. കാറ്റഗറി തെറ്റാതിരിക്കാൻ നിങ്ങൾ വ്യൂ പ്രോസ്പെക്ടസ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 29-ാം തീയതി വരെ ഈ ഒരു രീതിയിൽ സ്പോർട്സ് കോട്ട അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ നൽകുന്നതിനും അവസരമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയിലെ അച്ചീവ്മെൻറ്റ് അത് നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് സ്കോർ കാർഡ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് വിദ്യാർത്ഥികൾ വാങ്ങിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ നമ്പേഴ്സ് ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ വിളിച്ച് നിങ്ങൾക്ക് സ്പോർട്സ് കൗൺസിൽ ഓഫീസ് അറിയില്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ആ ഒരു സ്ഥലം അന്വേഷിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ ഒരു വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റെസിഡൻസ് സ്കൂളുകൾ ഈ ഒരു മോഡൽ റെസിഡൻസ് സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ SSC ST കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുപോലെ മറ്റ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും താമസിച്ച് +1 +2 പഠിക്കുന്നതിനായിട്ട് ആ ഒരു സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യമുണ്ടാകും. അപ്പോൾ അവിടെ തന്നെ താമസിച്ച് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ 14 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ടൊരു സർക്കുലർ വന്നിട്ടുണ്ട്. സ്കീം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. വിഭിന്നശേഷി വിഭാഗത്തിലുള്ള ചില വിദ്യാർത്ഥികൾ +1 പ്രവേശനത്തിനായിട്ട് തെറ്റായി SSLC IED സ്കീം സെലക്ട് ചെയ്ത് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുവടെ ചേർത്തിരിക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷാർത്ഥികളുടെ രക്ഷിതാക്കൾ ലിസ്റ്റിൽ നിന്നും അവസാനം കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്കീം സെലക്ട് ചെയ്ത് പുതിയ അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ച് 2024 മെയ് 5-നകം വൈകിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം. വീടിന് സമീപത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.